السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി അവന്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൂമി ലോകത്തിൽ നിന്ന് ദുനിയാവിൽ നിന്ന് യാത്ര പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സ്വർഗ്ഗം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായിട്ടുള്ള ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുന്നത്. നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മളുമായി ബന്ധപ്പെട്ടവർ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിനു വേണ്ടി പോവുകയാണ്. എന്താണ് ഹജ്ജ്? അല്ലാഹു പറയുന്നതെല്ലാം സ്വീകരിച്ച് ദുനിയാവിൽ അവൻ അറിഞ്ഞോ അറിയാതോ ചെയ്തു പോയ തെറ്റുകളെ പൊറുത്ത് ഉമ്മപറ്റ കൽപോലെ അല്ലാഹു ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ഹജ്ജ് എന്നുള്ളത്. ഈ ശബ്ദം കേൾക്കുന്ന നമുക്കൊക്കെ ഒരു ഹജ്ജിന് വേണ്ടി കഅബ കാണാൻ, ഹജ്ജിന് വേണ്ടി മിനയിലൊന്ന് താമസിക്കാൻ, ഹജ്ജിന് വേണ്ടി അറഫയിലൊന്ന് സംഗമിക്കാൻ, ഹജ്ജിന് വേണ്ടി മുസ്ദലിഫയിലൊന്ന് രാപ്പാർക്കാൻ, ഹജ്ജിന് വേണ്ടി ജംറകളൊന്ന് എറിയാൻ, ഹജ്ജിന്റെ തവാഫ് ചെയ്ത് ആരംഭപ്പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫും കണ്ട് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ക്ലാസുകളും അതുപോലെ ഉംറ ക്ലാസുകളും അതുപോലുള്ള പല ക്ലാസുകളും നമ്മൾ കേട്ടവരുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഒരു ഹജ്ജിന് പോവാൻ ഒരാൾ ഒരുങ്ങിയാൽ, ഒരു ഉമ്മ ഒരുങ്ങിയാൽ, ഇന്ന് ഫുൾ യൂട്യൂബിൽ ക്ലാസുകൾ കേട്ടിട്ടാണ് ആ ഉമ്മ റെഡിയാകുന്നത്. സ്വാഭാവികമായും ഒരു ക്ലാസ് കേൾക്കുമ്പോ മറു ക്ലാസ്സിൽ കേട്ടതുപോലെ ആകില്ല. ഈ ക്ലാസ് കേൾക്കുമ്പോ മറ്റൊരു ക്ലാസ് കേട്ടതുപോലെ ആകില്ല. എന്റെ വിഷയമേ അതല്ല. ഹജ്ജിന്റെ മാസം സമാഗതമാകുമ്പോൾ അവിടെ എത്താനൊന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആമുഖമായി ഞാൻ ചെയ്യുന്നത്. ഹജ്ജിന് പോകുന്ന ഏതെങ്കിലും നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അവരോടൊക്കെ നമ്മൾ പറയേണ്ടത്, ഹജ്ജ് ഉംറ എന്ന് പറയുന്ന കർമ്മത്തിന് നാവുകൊണ്ട് പറഞ്ഞാലേ ശരിയാകൂ, എൻ്റെ ഹജ്ജ് ശരിയാകൂ. അങ്ങനൊരു കർമ്മം ഹജ്ജിനില്ല, ഉംറക്കില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ബേജാറായി പേടിച്ച് ടെൻഷനായി ചെയ്യേണ്ട കർമ്മമല്ല ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ്, സന്തോഷത്തോടു കൂടെ ചെയ്യേണ്ട കർമ്മമാണ്. ചില ആളുകൾ ഹജ്ജിന്റെ വേളയിൽ നല്ല ആരോഗ്യത്തോടുകൂടെ, നല്ല മനക്കരുത്തോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. നല്ല മനക്കരുത്തോടുകൂടെ അവിടെ എത്തുമ്പോ ആ സംസം വെള്ളം നമ്മൾ കുടിക്കുമ്പോ, സംസം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണെന്ന് വിശുദ്ധ ഖുർആൻ. അതങ്ങ് കുടിക്കലോടുകൂടെ നമുക്ക് ആരോഗ്യം വരുന്നു. നമ്മളെക്കാൾ പ്രായമുള്ളവർ തവാഫ് ചെയ്യുന്നു, അറഫയിൽ നടക്കുന്നു, അതുപോലെ പച്ച ലൈറ്റിന്റെ അവിടെ ഓടുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്നു. അങ്ങനെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ സന്തോഷത്തോടുകൂടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമേ ഇല്ല. മറ്റൊരു വീഡിയോയിൽ ഈ വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മളെ നീയത്ത് ശരിയാവണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നീയത്ത് ശരിയായാലാണ് കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കും. ഒരു മനുഷ്യൻ പടച്ച റബ്ബിനോട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് എന്റെ പാപങ്ങൾ പൊറുക്കണമെന്ന മനസ്സാണെങ്കിൽ അല്ലാഹു പുറത്തു തരും. ആ മനസ്സാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്.
ആ മനസ്സിനെ നന്നാക്കുകയാണ് നാം എപ്പോഴും ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കാണാൻ ഭംഗിയുള്ള നല്ലൊരു റൂം, പുറത്തിൽ നിന്ന് നല്ല പെയിന്റ്, നല്ല വിലയുള്ള മാർബിൾ ഡിസൈൻ ചെയ്ത നല്ലൊരു റൂം, ആ റൂമിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നാൽ വല്ലാത്ത ദുർഗന്ധം അതുപോലെയായി മാറരുത്. കാണാൻ നല്ല വേഷവിധാനം, എല്ലാം ഉഷാറാണ്, പക്ഷേ അതിന്റെ ഉള്ളറ മോശമാകാൻ പാടില്ല. നമ്മുടെ സ്വഭാവം നന്നാവണം, നമ്മളെ പെരുമാറ്റം നന്നാവണം, വീട് നന്നാവണം, കുടുംബം നന്നാവണം. ഒരാളോട് പുഞ്ചിരിച്ചാൽ പോലും സ്വതക്കയാണെന്ന് ആരംഭപ്പൂവായ മുത്തുള്ളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന് പുഞ്ചിരിച്ചാൽ സ്വതക്ക. എന്താണ് ദീനിന്റെ വിശാലമായ ആ ഒരു വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം? നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ വല്ലാത്ത ടെൻഷനാണ്, ഒന്ന് ചിരിക്കാൻ പോലും മനസ്സ് കാണിക്കില്ല. അവൻ അതിന്റെ ആള്, ഇവൻ ഇതിന്റെ ആള്, ഓ മറ്റോന്റെ ആള്, മറ്റോന്റെ അടുത്തിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽമാക മോശമാവുകയാണ്. നമ്മൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആരെക്കുറിച്ചാണോ നമ്മൾ ടെൻഷനാകുന്നത്, ആ മനുഷ്യനിങ്ങനെ അല്ലാഹു ഉയർത്തും. നമ്മളോ പരാജയപ്പെട്ടു പോകും. അവനെ കുറിച്ച് നല്ലത് കേൾക്കാൻ കഴിയുന്നില്ല, അവനെ കുറിച്ച് നല്ലത് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ പോസിറ്റീവ് അല്ല നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ നെഗറ്റീവാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരംഭപ്പൂവായ മുത്തുള്ളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചോ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. പുണ്യ ദിവസങ്ങൾ വന്നിട്ട് അറഫ മൈതാനത്ത് ജനലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന സ്ഥലത്ത് ഇഹ്റാമിന്റെ വേഷം ധരിച്ചിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ടും അല്ലാഹു സ്വീകരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ് അവന്റെ മനസ്സിൽ ഒരു കറ വന്നുപോയി, അവന്റെ മനസ്സിൽ ഒരു വിഷമം വന്നുപോയി, ഒരു മുഅ്മിനിന്റെ മനസ്സ് ഇടങ്ങേറാക്കി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ നിസ്കാരം അല്ലാഹു വേണ്ട, നമ്മുടെ ദുആ അല്ലാഹു വേണ്ട. ആരെയും വെറുപ്പിക്കാത്ത സ്വഭാവം, എല്ലാവരോടും നല്ല സ്വഭാവം. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ ആദരിക്കാനും ബഹുമാനിക്കാനും റെസ്പെക്ട് ചെയ്യാനും നമുക്ക് കഴിയണം. ഒരു കുട്ടി അത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ ഒരു പരിഗണന അവൻ ഇഷ്ടപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, അല്ലാതെ ചിന്തിക്കണം നമ്മൾ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, എന്റെ രക്ഷിതാക്കളോട് ഞാൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആലയോട് മനമൊരുകിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളെ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരുന്നു. ഒരൊറ്റ നിമിഷം മതി. ഞാൻ ഏതായാലും ഇങ്ങനൊക്കെ ആയില്ലേ, ഇനി ഇങ്ങനൊക്കെ പോവട്ടെ എന്ന് ഒരാളും കരുതി പോവണ്ട. ഞാൻ ഒരൊറ്റ ചരിത്രം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. മഹാനായ ഒരു വലിയ സൂഫിയായ ഒരു മനുഷ്യൻ കടലിന്റെ യാത്ര ചെയ്യാൻ വേണ്ടി കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മനുഷ്യന്റെ പേരാണ് ദുന്നൂനുൽ മിസ്രി. വലിയ മഹാനാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോ കരയുന്ന മനുഷ്യനാ. കപ്പൽ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. കടലിന്റെ ഓരത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഞായറാഴ്ചതാ കപ്പലിങ്ങനെ വരുന്നു. ആ കപ്പലിനെ ദുന്നൂനുൽ മിസ്രി തങ്ങൾ അങ്ങ് വിളിക്കുമ്പോൾ കപ്പലിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ പറയുന്നു, ദുന്നൂനുൽ മിസ്രി തങ്ങളെ ഇതിലേക്ക് കയറ്റിയാൽ ഞങ്ങൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല. ജനങ്ങൾ ആകെ പറയുന്നു കയറ്റാൻ പാടില്ല. അയാളൊരു ഭക്തനാണ്, അല്ലാഹനെ പേടിക്കുന്ന മനുഷ്യനാണ്, ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്.
ഞങ്ങൾക്ക് ഈ ദിവസം ഒരു ലീവിന്റെ ദിവസമാണ്. ഈ ദിവസത്തിൽ അയാളെ കയറ്റിപ്പോയാൽ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. കാരണം ഞങ്ങളെല്ലാവരും കൂടുന്നതൊരു ദിവസമാണ്. നമ്മളെപ്പോലെ ഞായറാഴ്ച എന്ന് ഞാൻ പറഞ്ഞത് അതൊരു സൺഡേ ഹോളിഡേ ആണ്. അവരുടെ സന്തോഷത്തിന്റെ ദിവസമാണത്. എല്ലാവരും വരുന്ന ദിവസമാണ്. കള്ളും പെണ്ണുമായി ജീവിക്കുന്ന ആ ഒരു ദിവസത്തിലായിരുന്നു അവർ കപ്പൽ യാത്ര നടത്തിയിരുന്നത്. ആ കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ ഒന്നടക്കം ആളുകൾ ഉറപ്പിച്ചു പറഞ്ഞു, ഐക്യകണ്ഠേന പറയുകയാണ്, മിസ്രി തങ്ങളെ കയറ്റാൻ പാടില്ല. ആ സമയത്ത് അവരാകെ പ്രയാസപ്പെട്ടു പോയി. ആ ഭക്തനെങ്ങാനും ഇതിലേക്ക് കയറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ യാത്ര മുടങ്ങിപ്പോകും, നമുക്ക് വല്ലാതെ പ്രയാസത്തിലാകും. പലതും ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കപ്പല് പൊട്ടിയതും കപ്പല് മുറിഞ്ഞതുമായ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അയാളെ കയറ്റൽ നിർബന്ധമോ? അങ്ങനെ പല ആളുകളും അഭിപ്രായപ്പെട്ടു. അവസാനം അതില്ലതാ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, അയാളെ കയറ്റിയാൽ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും അയാൾക്ക് ഞാൻ കള്ള് വിളമ്പി കൊടുത്തുകൊള്ളാം, ആ മനുഷ്യർക്ക് ഞാൻ കള്ള് കൊടുത്തുകൊള്ളാം. ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. 24 മണിക്കൂറും ആരാധന. കണ്ണിങ്ങനെ ഒലിക്കുകയാണ്, ഉറക്കില്ലാതെ കണ്ണിങ്ങനെ ചുകന്ന മനുഷ്യനാണ്. അല്ലാ എന്നൊരാൾ പറയുമ്പോൾ വല്ലാതെ പൊട്ടിക്കരയുന്ന മനുഷ്യനാ. ആ മനുഷ്യനെ കപ്പലിലേക്ക് കയറ്റിയാൽ ഞാൻ കള്ള് വിളമ്പി കൊടുത്തുകൊള്ളാം എന്നൊരു നല്ല ചുറുക്കുള്ള സുന്ദരിയായ പെണ്ണങ്ങ് പറയുമ്പോൾ ആളുകളെല്ലാം പെണ്ണിനോട് ചോദിക്കുന്നു, പെണ്ണേ, അയാള് ഭക്തനാണ്, പടച്ച റബ്ബിനെ പേടിക്കുന്ന മനുഷ്യനാണ്, പൊട്ടിക്കരയുന്ന മനുഷ്യനാണ്, ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാ, അയാൾക്ക് എങ്ങനെയാണ് ഈ കള്ള് വിളമ്പി കൊടുക്കുക? ഉറപ്പാണോ? ആ പെണ്ണ് പറയുന്നു, ഉറപ്പോ. കപ്പലതാ നങ്കൂരമിടുകയാണ്, കരയോടടുപ്പിക്കുകയാണ്. ദുന്നൂനിൽ മിസ്രി തങ്ങൾ ഓടിക്കേറുകയാണ്. അങ്ങനെ ദുന്നൂനിൽ മിസ്രി തങ്ങൾ കപ്പലിലേക്ക് അങ്ങ് കയറിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എല്ലാരും ശാന്തമാകുന്നു, എല്ലാരും സമാധാനമാകുന്നു. കുടിക്കുന്ന കള്ളിന്റെ പാത്രം ഒരു ഭാഗത്തേക്ക് മാറ്റുകയാണ്. എല്ലാവരും അയാളെ ബഹുമാനിക്കുകയാണ്. കാണുമ്പോൾ മുഖത്ത് ഈമാനുള്ള മനുഷ്യനാണ്. അയാള് കണ്ണടച്ചിട്ട് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് പടച്ച റബ്ബിന്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നു. ആ സമയത്തതാ സൗന്ദര്യമുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിങ്ങനെ വന്നിട്ട് ആ പെണ്ണ് പറയുകയാണ്, ദുന്നൂനിൽ മിസ്രി തങ്ങളെ, നിങ്ങളെ കണ്ണൊന്ന് തുറക്കുമോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭംഗിയുള്ള പെണ്ണാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, നിങ്ങളെ കണ്ണൊന്ന് തുറക്കുമോ? ദുന്നൂനിൽ മിസ്രി തങ്ങൾ തുറക്കുന്നില്ല. അല്ലാ അല്ലാ എന്നിങ്ങനെ പറയുകയാണ്. പെണ്ണൊന്നും കൂടി അടുത്തേക്കങ്ങ് ചെല്ലുകയാണ്. ദുന്നൂനിൽ മിസ്രിയോട് പറയുകയാണ്, ഇതാ ഏറ്റവും വില മതിക്കുന്ന, ഏറ്റവും വിലയുള്ള കള്ള ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊന്ന് കുടിക്കണേ. ഇവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. നിങ്ങളെ കണ്ണെങ്ങാനും തുറന്നു പോയാൽ, നിങ്ങളെ കണ്ണങ്ങ് തുറന്നു പോയാൽ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മതിമറങ്ങും, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ആനന്ദം വരും, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ആവേശം വരും. ഉറപ്പാണെന്ന് പറയുമ്പോൾ ദുന്നൂനിൽ മിസ്രി തങ്ങൾ അല്ലാഹുവിനെ വിളിക്കുന്നു. എന്നിട്ട് ദുന്നൂനിൽ മിസ്രി തങ്ങളെ കരം അല്ലാഹുവിലേക്ക് അങ്ങ് ഉയർന്നിട്ട് പടച്ച റബ്ബിനോട് ദുന്നൂനിൽ മിസ്രി തങ്ങൾ ദുആർക്കുകയാണല്ലോ, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് പടച്ചോനെ, കണ്ണു തുറന്നാൽ കാണുന്നത് ഹറാമാണ്, എൻ്റെ മുമ്പിൽ ഒരു കള്ളു മാത്രമാണ് കൊടുന്നു വച്ചിട്ടുള്ളത്. പടച്ച
റബ്ബേ എനിക്കൊന്ന് മാപ്പ് തരണേ അല്ലാ, ഈ വല്ലാത്ത അപകടങ്ങളിൽ നിന്ന് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ദുന്നൂനിൽ മിസ്രി തങ്ങൾ ദുആ ചെയ്തപ്പോൾ ആ പെണ്ണിന്റെ കരത്തിലുള്ള കയ്യിലുള്ള കള്ളങ്ങ് തായോട്ട് വീണങ്ങ് പൊട്ടിപ്പോയി. ആ പെണ്ണങ്ങ് ബോധം കെട്ട് വീണുപോയി. അവസാനം യാത്രയതാ മുടങ്ങുകയാണ്. ദുന്നൂനിൽ മിസ്രി തങ്ങൾ യാത്ര തിരിച്ചു നാട്ടിലേക്ക് തിരിക്കുകയാണ്. അവസാനം പെണ്ണങ്ങ് തോൽക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. അവസാനം അന്ന് രാത്രി ആ പെണ്ണതാ ദുന്നൂനിൽ മിസ്രി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊന്ന് നന്നാവണം, അതിനുള്ള മാർഗം എന്താണ്? ദുന്നൂനിൽ മിസ്രി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ദിക്ർ ചൊല്ലണം, അല്ലാഹുവിലേക്ക് അടുക്കണം, നിസ്കാര കർമ്മങ്ങൾ ചെയ്യണം. അവസാനം ആ പെണ്ണ് അല്ലാഹുവിലേക്ക് അടുത്തടുത്തടുത്തടുത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന പെണ്ണായി മാറി. അങ്ങനെ ദുന്നൂനിൽ മിസ്രി തങ്ങൾ ഹജ്ജിന്റെ വേളയിൽ കഅബാലയത്തിന്റെ ചാരത്തിങ്ങനെ ഇരുന്നിട്ട് കരയുമ്പോൾ ഹിജാബിട്ടുകൊണ്ടൊരു പെണ്ണതാ ദുന്നൂനിൽ മിസ്രി തങ്ങളെ മുമ്പിലേക്ക് അങ്ങ് വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നറിയുമോ? ദുന്നൂനിൽ മിസ്രി തങ്ങൾ പറയുന്നു, അറിയില്ല, ഞാനാണ് കള്ള് വിളമ്പിത്തരാൻ ശ്രമിച്ച പെണ്ണ്, ഞാൻ അല്ലാഹുവിലേക്ക് അടുത്തിരിക്കുകയാണ്, എല്ലാം പടച്ച റബ്ബിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അന്ന് മുതൽ എൻ്റെ ഹറാമ് ഞാൻ നിർത്തി, അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടവളായി മാറി. ഇന്ന് അൽഹംദുലില്ലാഹ് സമാധാനമാണ്, വല്ലാത്ത ശാന്തമാണ്, എപ്പോഴും അല്ലാഹ് എന്ന് പറയുന്ന ചിന്തയാണ്. ആ പെണ്ണിന്റെ പേരാണ് റാബിയത്തുൽ അദവിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരൊറ്റ നിമിഷം മതി നമുക്ക് നന്നാവാൻ. ഈ ചരിത്രം നമ്മുടെ ഖൽബിൽ ഉണ്ടാവട്ടെ. ഒരൊറ്റ ചിന്തയോടുകൂടെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര പാഴയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ദുആ ചെയ്താൽ എല്ലാം അല്ലാഹു പുറത്തു തരും, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.